ഡേറ്റ ഇന്റർപ്രിട്ടേഷനിൽ ഡേറ്റ ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. സോ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഇയർ. ഓക്കെ, ഇപ്പൊ ഇയർ 2002 നോക്കിയാൽ ഇപ്പൊ ഈ എ ടൈപ്പിൽ 200 ടോയ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 2002 ബി ടൈപ്പിൽ വന്നിട്ട് 150 ടോയ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിമിലർലി എല്ലാ വർഷവും ഇപ്പോൾ 2006 ഡിയിൽ 135 ടോയ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. the approximate percentage increase in production of D type toys. അപ്പോൾ ഏതിലാണ് നമ്മൾ നോക്കേണ്ടത്? ഡി ടൈപ്പ് ടോയ്സിലാണ് നോക്കേണ്ടത്. ഫ്രം 2003 to 2005. അപ്പോൾ 2003 ഡിയിൽ എത്രയാ? 105. ആൻഡ് 2005 ഡിയിൽ എത്രയാണ്? 125. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത്? ആദ്യം ഡിഫറൻസ് എടുക്കണം. സോ ഡിഫറൻസ് ഇസ് 125 മൈനസ് 105 ഡിവൈഡഡ് ബൈ, ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻക്രീസ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ അതായത് 2003 2005 വരുമ്പോൾ ഇൻക്രീസ് ആണ് ആവുന്നത്. അപ്പോൾ ദ സ്മോളസ്റ്റ് നമ്പർ 105 അല്ലെങ്കിൽ ഈ ബേസ് amount ഈ 2003 105 into 100. ഓക്കെ, ഇതിന്റെ ഡിഫറൻസ് എന്താ വരുന്നത്? ഇത് 20 by 105 into 100. ഓക്കെ, സോ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 20 1 time 5 4s. So again it is 400 by 21. നമുക്കിത് further cancel ചെയ്യുവാണെങ്കിൽ it will be approximately 19.04%. Okay, so approximately it is 19%. Okay, percentage drop in production of A type toys from 2002 to 2004. Okay, അപ്പോൾ A type toy 2002 എന്താണ് പ്രൊഡക്ഷൻ? നമുക്ക് ഓക്കെ, A type toy 2002 വന്നിട്ട് 200ഉം 2004 വന്നിട്ട് 180 ടോയ്സ് ആണ്. അപ്പോൾ പെർസെൻറ്റേജ് ഡ്രോപ്പ് ഇൻ പ്രൊഡക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻസ് എടുക്കണം. 200 മൈനസ് 180 ഡിവൈഡഡ് ബൈ എത്ര? ഏത് തൊട്ടിട്ടുള്ള ഡ്രോപ്പ് ആണ്? 2002 തൊട്ടിട്ടുള്ള ഡ്രോപ്പ് ആണ്. സോ ഇറ്റ് ഇസ് 200 ഇൻറ്റു പെർസെൻറ്റേജ് ആയതും കൊണ്ട് 100. ഓക്കെ, സോ ഇറ്റ് ഇസ് 20 by 200 into 100. So 0 0 2 10 and 0 0. So it is 10% drop in production. Okay, sorry, drop in this type of toy. Okay.